എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു യൂണിഫോം സ്കർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു 7-8 വയസ്സ് പ്രായമുള്ള കുട്ടിക്കുള്ളതാണ്. അതായത് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്കുള്ളത്. ഇത് ബോക്സ് പ്ലേറ്റ് പാവാടയാണ്. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 1 മീറ്ററാണ്. വീതി 43 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന്, അതായത് ഇതിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താലാണ് നമുക്ക് ആവശ്യമുള്ള ബാൻഡിൻ്റെ നീളം കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പ്ലീറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാൻഡിൻ്റെ വീതി വയ്ക്കുന്നത് 2 ഇഞ്ചാണ്. ഇപ്പോൾ ഇവിടെ കരഭാഗം ആയതുകൊണ്ട് നമുക്ക് അവിടെ മടക്കണം എന്നില്ല. ഇപ്പോൾ 2ഉം 2, 4ഉം 1/2 ഇഞ്ച് തയ്യത്തുമ്പ് 4 ഇഞ്ച് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് പറഞ്ഞില്ല. അളവ് വന്നിട്ട് 23.5 ഇഞ്ചാണ് അരവണ്ണം. അപ്പോൾ ഞാൻ ഇതിലൊരു 1/2 ഇഞ്ചാണ് കൂട്ടുന്നുള്ളൂ ലൂസ്. അങ്ങനെ 24 ഇഞ്ചിലാണിത് തയ്ക്കുന്നത്. ഇറക്കം വന്നിട്ട് 19 ഇഞ്ച്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇഞ്ച് ബാൻഡ് വയ്ക്കുമ്പോൾ 19 ഇഞ്ച് കഴിഞ്ഞാൽ ഇത്രയും ബാക്കി ഉണ്ടാവും. ഇത് നമുക്ക് ഒരു 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ ഇതെങ്ങനെയാണ് ബോക്സ് പ്ലീറ്റ് ഇടുന്നത് നോക്കാം. ഇത് 23.5 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്തിട്ട് 24. ഇത് നമ്മൾ ഹുക്കാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൂടുതൽ വെച്ചത്. നമ്മൾ വള്ളി വെച്ചിട്ട് കെട്ടുകയാണെങ്കിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂടുതൽ വെക്കാം. ഇതിൻ്റെ പ്ലീറ്റ് ഇടാനുള്ള ഇത് എങ്ങനെയാണ് കണക്കാക്കുക നോക്കാം. അപ്പോൾ 24 ഇഞ്ചിൻ്റെ പകുതി, ഒരു വശം 12 ഇഞ്ച് വരും. അപ്പോൾ ഒരു പ്ലീറ്റ് നമുക്ക് 3 ഇഞ്ച് വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ 4 പ്ലീറ്റ് ഇടാം. 4 3 12. അപ്പോൾ ഈ 12 ഇഞ്ചിൻ്റെ 3 ഇരട്ടി വേണം നമുക്ക് ഞെറിയിടാൻ. അപ്പോൾ 12ൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 36 ഇഞ്ച് വരും. 36 ഇഞ്ച്. 1 ഇഞ്ച് ഇവിടെ നമുക്ക് 2 സൈഡിലേക്കും കൂടെ തയ്യത്തുമ്പോൾ വേണം. അപ്പോൾ 37 ഇഞ്ച്. പിന്നെ ഒരല്പം ഒരു 1.5 ഇഞ്ച് കൂടുതലുണ്ട്. അത് നമ്മളിത് മടക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഇതിലൊന്നും വേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിതിൽ പോക്കറ്റ് വെക്കണം. പോക്കറ്റ് ഞാൻ വേറെ തുണിയാണ് വെക്കുന്നത്. അത് ഞാൻ തയ്ക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 2 പീസിലുമായിട്ട് ആദ്യം ഇതിൻ്റെ പോക്കറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പ്ലീറ്റുകൾ ഇടാം. അപ്പോൾ ഇവിടെ ഒരു കരഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പോക്കറ്റ് പീസ് വയ്ക്കുന്നത്. ഇത് ഈ യൂണിഫോമിൻ്റെ ഷർട്ടിൻ്റെ തുണിയാണ്. ഇത് ഇറക്കം 10 ഇഞ്ച് വെച്ചിട്ടുണ്ട്. വീതി വന്നിട്ട് 6 ഇഞ്ച്. അത് രണ്ടായിട്ട് മടക്കിയിട്ടാണ്. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. അതായത് ഈ ഷേപ്പ് ഇരുന്നോട്ടെ ഇവിടെ. ഇനി നമുക്കൊരു എളുപ്പത്തിലൊരു പോക്കറ്റ് തയ്ച്ചെടുക്കാം. ആദ്യം ഇതിൻ്റെ ചുവട് വശം ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയടിക്കുക. അതിനുശേഷം ഈ മടക്കി അടിച്ച വശം ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിനൊപ്പം വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇതുവരെ തയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് മേലെ 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലിടാം. ഇനി നമുക്ക് ഈ സ്കർട്ടിൻ്റെ അടുത്ത പീസ്, ഈ ഭാഗം നമുക്ക് ഈ കരപ്പീസ് തന്നെ വയ്ക്കാം. ഇതിന് മേലെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഒരു തയ്യലിടുക. ഇനി ഈ തയ്യത്തുമ്പോൾ ഇതിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിന് മേലെ ഒരു തയ്യലിടുക. ഇത് നമുക്ക് സൈഡിൽ കൂടെ തയ്ച്ചാൽ മതി, മേൽത്തയ്യൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ സ്കർട്ടിൻ്റെ ഇത് നല്ല വശം, ഇത് നല്ല വശം. ഈ വശത്ത് നമുക്ക് ഇവിടെ നിന്നാണ് ഓപ്പൺ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് മേൽത്തയ്യൽ 1/4 ഇഞ്ച് വീതിയിലിടുക. ഇവിടെ സൈഡിൽ കൂടെ ഇടുക. ഇവിടെ നമുക്ക് ഈ അടിച്ചത് ഉൾവശത്തേക്കായിരിക്കും. ഇനി ഇതിങ്ങനെ
ഇതേപോലെ വയ്ക്കുക. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇതേപോലെ ഇതിനൊപ്പം വയ്ക്കുക. എന്നിട്ട് അല്പം ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറിയിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് വരെ ഒരു തയ്യലിടുക. ഇവിടെ നിന്ന് ഇതുവരെ തയ്ക്കുക. അതിനുശേഷം പോക്കറ്റിൻ്റെ ഓപ്പൺ എത്ര വേണ്ടിച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഒരു 4 ഇഞ്ചേ മാർക്ക് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ താഴേക്ക് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ആദ്യം ഇവിടെ നിന്ന് ഇതുവരെ തയ്ച്ച് നിർത്തുക. അത് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഇത് ഒരു തൈലും കൂടി ഇടാം. ഇനി നമുക്ക് ഈ പോക്കറ്റിൻ്റെ അടിവശം ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കും. ഇതൊന്നും ഇവിടെ ചേർത്തടിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു തൈലും കൂടി ഇടാം. പോക്കറ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ടെക്കുകൾ ഇട്ട് വന്നാൽ മതി. ഇവിടെ നിന്നാണ് ഇത് പ്ലീറ്റ് ഇട്ട് വരേണ്ടത്. പ്ലീറ്റ് ഇടുന്നത് മുന്നായിട്ട് നമുക്ക് ഈ സൈഡ് ഇവിടെ നമ്മൾ ബാൻഡ് കട്ട് ചെയ്ത ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കാം. ഒരു 5-5.5 ഇഞ്ച് നീളം തയ്ച്ചെടുത്താൽ മതി. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് പ്ലേറ്റുകൾ ഇടാം. 1/2 ഇഞ്ച് വിട്ടിട്ട് അടുത്തത് ഒരു 3 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുക. ശേഷം ഈ 3 ഇഞ്ചിൽ നിന്ന് ഈ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ഈ 3 ഇഞ്ചിലേക്ക് ഇതേപോലെ വെച്ചിട്ട് തയ്ച്ചു തുടങ്ങാം. അതിനുശേഷം അടുത്ത 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. വീണ്ടും അടുത്ത 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഇതേപോലെ വെച്ചിട്ട് അടിക്കുക. അതിനുശേഷം അതേപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതൊന്ന് ഇതിലേക്ക് മടക്കി കൊടുക്കുക. ഇവിടെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക ആദ്യം തന്നെ. ഇതേപോലെ ഈ പോക്കറ്റ് വരേക്കും നമുക്ക് 4 പ്ലേറ്റ് ഇടണം. ഈ 4 പ്ലേറ്റിൽ 4 3 12 ഇഞ്ച് കിട്ടിയാൽ മതി. ഇനി അടുത്ത 12 ഇഞ്ച് അടുത്ത പോർഷനിൽ ഇട്ടെടുത്താൽ മതി. ഇവിടെ അതേപോലെ തന്നെ നമുക്കിതേപോലെ ഒരു 3 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു പോർഷനിൽ 4 പ്ലേറ്റ്, അതായത് 4 3 12 ഇഞ്ച്, ഇവിടെയും 12 ഇഞ്ച്, അങ്ങനെ 24 ഇഞ്ച് ടക്കുകൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിലും അതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ വരും. കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നേരത്തെ പോലെ ഒരു 5 ഇഞ്ച് മടക്കി അടിക്കാം. ഇതേപോലെ ഉൾവശത്തേക്ക് മടക്കി അടിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാൻഡ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ബാൻഡ് ആദ്യം ഇതിങ്ങനെ വയ്ക്കുക. അടിവശം ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുക. നല്ല വശം മുകളിൽ വയ്ക്കുക. അതിനുശേഷം പ്ലേറ്റിൻ്റെ നല്ല വശം ഇതിന് മുകളിൽ വയ്ക്കുക. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് അധികം ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതുപോലെ കൊടുക്കാം. ഇവിടെ ഇത്രയും ഒരു 1.5 ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. നമ്മൾ 1/2 ഇഞ്ചാണ് ഇതിൽ തയ്യത്തുമ്പിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പീസ് ഇതിങ്ങനെ നിവർത്തിയാണ് വെച്ചിരിക്കുന്നത്. ഈ തലക്കിൽ വന്നിട്ട് പീസ് 1/2 ഇഞ്ചുള്ളത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇതേപോലെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക്
ബെൽറ്റ് ഇടാനുള്ള 4 ലൂപ്പ് വേണം, അതിനുപയോഗിക്കാം. ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ നഖം കൊണ്ടൊന്ന് നന്നായിട്ട് വരച്ചെടുക്കുക. ഈ പോക്കറ്റ് പീസ് ഇതേപോലെ ബാൻഡിനുള്ളിലേക്ക് ചേർന്നിരിക്കണം. അതിനുശേഷം ഇതിങ്ങനെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിന് മേലെ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു തയ്യലിട്ടാൽ മതി. ഇനി ഈ എൻഡിൽ വരുമ്പോൾ ഇവിടെ അതേപോലെ ഇതിങ്ങനെ മടക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതേപോലെ അടിച്ചെടുക്കുക. ഒരു 2 ഇഞ്ച് വീതിയാണ് നമ്മൾ ബെൽറ്റിന് ഇടുന്നത്. ഇനി നമുക്കിവിടെ ഇതിന് മേലെ 4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലും കൂടി ഇടാം. ഈ സമയത്ത് ഇവിടെ ഈ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് തയ്ക്കാം. അതേപോലെ അടുത്ത 4 ഇഞ്ച് തയ്ക്കുമ്പോൾ അങ്ങനെ ആ തയ്യൽ മേലേക്ക് എടുത്തിട്ട് ഈ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇതിൽ 4 ലൂപ്പ് വയ്ക്കണം ബെൽറ്റ് ഇടാനുള്ളത്. അപ്പോൾ അത് നമുക്കിതുകൊണ്ട് ആദ്യം തയ്ച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് വീതി മതി. ഇതേപോലെ ഒരു 4-4.5 ഇഞ്ച് നീളത്തിൽ അടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതേപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. അതായത് ഈ പോക്കറ്റിൻ്റെ ഭാഗം ഇത് പ്ലീറ്റ് കറക്റ്റായിട്ട് വയ്ക്കുക. ഇത് ഈ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇതിങ്ങനെ പ്ലീറ്റ് കറക്റ്റ് 4 എണ്ണം ആയതുകൊണ്ട് നമുക്കിത് വയ്ക്കാൻ കുറച്ചുകൂടെ സൗകര്യമാണ്. ഈ പ്ലേറ്റിൻ്റെ ഇവിടെ ഒന്ന് വയ്ക്കുക, ഇവിടെ ഒന്ന് വയ്ക്കുക. ഇതേപോലെ ഈ ഭാഗത്തും വെച്ചാൽ മതി. ഈ പ്ലേറ്റിനൊപ്പം വെച്ചാൽ മതി. ഇതെങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഇവിടെ 1/2 ഇഞ്ചിൽ ഒരു തയ്യലിടുക. ഇതേപോലെ നന്നായിട്ട് കെട്ടിട്ടെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ മടക്കുക. എന്നിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് മടക്കിയെടുക്കുക. ഇത്ര നീളമാണ് വേണ്ടത്. ഇവിടെ അധികമുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതേപോലെ ബാക്കിയുള്ളത് വയ്ക്കാം. അപ്പോൾ ഇതേപോലെ 4 ലൂപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചേർത്തടിക്കാം. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഉള്ളതാണ്. നമ്മളിവിടെ മടക്കിയത് ഈ പ്ലേറ്റിൻ്റെ ഒപ്പം വയ്ക്കുക. ഈ അടിയിലത്തെ പ്ലേറ്റും ഈ മുകളിലത്തെ പ്ലേറ്റും ഇതേപോലെ ഒപ്പം വയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് തയ്ച്ചെടുക്കുക. ഇതിവിടെ ഒരു 1/2 ഇഞ്ച് തയ്യെത്തുമ്പോൾ വെച്ചാൽ മതി. ഇത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഈ സൈഡൊന്ന് നമുക്ക് ഓവർലോക്ക് അടിച്ചെടുക്കാം. ഈ സൈഡ് ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇതേപോലെ ഹുക്ക് വയ്ക്കുക. തുന്നി പിടിപ്പിച്ചാൽ മതി. അതേപോലെ ഇവിടെ വള്ളി വയ്ക്കുക. ഇതിൻ്റെ ഇവിടെയല്ല വയ്ക്കേണ്ടത്, ഈ പ്ലേറ്റിന് നേരെ വയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് 24 ഇഞ്ച് അരവണ്ണം കിട്ടും. ഇനി ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഒന്നുകൂടെ വെച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ബോട്ടം അടിക്കാം. നമുക്ക് ഇറക്കം വേണ്ടത് 19 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് അളന്ന് നോക്കുക. അപ്പോൾ ഇതിൽ 21 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ബോട്ടം മടക്കി അടിക്കാം. ആദ്യം 1/2 ഇഞ്ച് മടക്കുക. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക.
അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.